വിശദമായ വാർത്തകളിലേക്ക്. KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ചേർന്ന് നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര വെള്ളിയാഴ്ച ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കും. SDV സ്കൂൾ ഗ്രൗണ്ടിലും മാവേലിക്കര ജോർജിയൻ ഫൈനാൻസിയേഴ്സ് ഗ്രൗണ്ടിലുമാണ് ജില്ലയിലെ സമ്മേളനങ്ങൾ. കോട്ടയം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി എത്തുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയെ തണ്ണീർമുക്കത്ത് ആലപ്പുഴ DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും. തുടർന്ന് ആലപ്പുഴ തോണ്ടൻകുളങ്ങര ജംഗ്ഷനിൽ നിന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരനെയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെയും തുറന്ന ജീപ്പിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സമ്മേളന സ്ഥലമായ SDV സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ആനയിക്കും. സമ്മേളനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, കുട്ടനാട് നിയോജക മണ്ഡലങ്ങളിലെ പ്രവർത്തകർ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കും. മാവേലിക്കരയിലാണ് ജില്ലയിലെ രണ്ടാമത്തെ പര്യടന പരിപാടി. AVJ ജംഗ്ഷനിൽ നിന്ന് യാത്രയെ സ്വീകരിച്ച് മാവേലിക്കര ജോർജിയൻ ഫൈനാൻസിയേഴ്സ് ഗ്രൗണ്ടിലെത്തിക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യപ്രഭാഷണം നടത്തും. ഹരിപ്പാട്, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ നിയോജക മണ്ഡലങ്ങളിലെ പ്രവർത്തകർ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കും. 24-ന് കെ സുധാകരനും വി.ഡി. സതീശനും ചേർന്ന് വിവിധ മേഖലകളിലുള്ളവരുമായി ചർച്ച നടത്തും. ആലപ്പുഴ കല്യാണി ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മുതൽ 12 വരെയാണ് ജനകീയ ചർച്ചാ സദസ്സെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കുറേ നാളുകളായി സ്വീകരിച്ചിട്ടുള്ള ഏകപക്ഷീയമായ ചില നടപടികളിലൂടെ ഈ രാജ്യത്ത് ഒരു വർഗീയ വിഭജനത്തിനും അതിലൂടെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും കഴിഞ്ഞ കുറേ നാളുകളായി പ്രധാനമന്ത്രിയെ തന്നെ മുമ്പിൽ നിർത്തി വർഗീയ കാർഡ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് കേരളത്തിലെ ഗാർഹിക അതുപോലെ വാണിജ്യ ഉപഭോക്താക്കളായ ഗ്യാസിൻ്റെ ഉപഭോക്താക്കളാണ്. ആ സമരങ്ങളുടെ എല്ലാം ഒരു കൾമിനേഷൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു പരിസമാപ്തി. ആ പരിസമാപ്തിയാണ് ആരാധ്യനായ KPCCയുടെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ അവர்களுം ആരാധ്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശനും സംയുക്തമായി നയിക്കുന്ന സമരാഗ്നി എന്ന് പറയുന്നത് നിരവധിയായ കഴിഞ്ഞകാല സമരങ്ങളുടെ പോരാട്ടങ്ങളുടെ കൾമിനേഷനാണ്, പരിസമാപ്തിയാണ്. ആ പരിസമാപ്തി കേരളത്തിന്റെ കാസർഗോഡ് ജില്ലയിൽ ഉദ്ഘാടനം ചെയ്തത് നമുക്കേവർക്കും പ്രിയങ്കരനായ ആരാധ്യനായ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അവர்களാണ്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ബാബു പ്രസാദ്, KPCC ജനറൽ സെക്രട്ടറി A.A. ഷുക്കൂർ, D. സുഗതൻ, തോമസ് ജോസഫ്, പ്രൊഫസർ നെടുമുടി ഹരികുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കുട്ടനാട്ടിലെ പുഞ്ചക്കൊയ്ത്തടുത്തിരിക്കെ അതിന് മുന്നൊരുക്കമായി അവലോകന യോഗങ്ങൾ വിളിച്ചു ചേർക്കാത്തതിൽ പ്രതിഷേധമുയരുന്നു. എത്രയും വേഗം ഇതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടങ്ങളും കൃഷി വകുപ്പും തയ്യാറാകണമെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CB മൂലങ്കുന്നം ആവശ്യപ്പെട്ടു. സാധാരണഗതിയിൽ പുഞ്ചക്കൊയ്ത്തിന് മുമ്പായി കൊയ്ത്തന്ത്രം, നെല്ല് സംഭരണം തുടങ്ങിയവ സംബന്ധിച്ച് കളക്ടർമാർ യോഗം വിളിച്ചു ചേർക്കാറുണ്ട്. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, പാടശേഖര സമിതി പ്രതിനിധികൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയാണ് യോഗം. കൊയ്ത്തന്ത്രത്തിൻ്റെ വാടക, അതിൻ്റെ ലഭ്യത എല്ലാം ഇത്തരം യോഗങ്ങളിലാണ് ഉറപ്പുവരുത്തുന്നത്. എന്നാൽ കൊയ്ത്ത് ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴും ഇത്തരം യോഗങ്ങളൊന്നും ചേരാത്തതിലാണ് പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. യോഗം ചേരാനുള്ള നടപടികൾ ബന്ധപ്പെട്ട കളക്ടർമാരും കൃഷിവകുപ്പും സ്വീകരിക്കണമെന്ന് CB മൂലങ്കുന്നം ആവശ്യപ്പെട്ടു. കുട്ടനാട്ടിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ പുഞ്ചക്കൊയ്ത്ത് ആരംഭിക്കുകയാണ്. ആവശ്യമായ കൊയ്ത്ത് യന്ത്രങ്ങൾ ന്യായമായ നിരക്കിൽ യഥാസമയം എത്തിക്കുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. മുൻ വർഷങ്ങളിൽ ബഹുമാനപ്പെട്ട കളക്ടറുടെ നേതൃത്വത്തിൽ കൃഷി വകുപ്പിന്റെയും പാടശേഖര സമിതി പ്രതിനിധികളുടെയും യന്ത്ര ഉടമകളുടെയും IRC മെമ്പർമാരുടെയും യോഗം വിളിച്ച് യന്ത്രത്തിന്റെ റേറ്റും മറ്റും തീരുമാനിക്കുകയും ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. എന്നാൽ ഇപ്രാവശ്യം അങ്ങനെ ഒരു യോഗം ഇതുവരെ വിളിച്ച് കൂട്ടിയിട്ടില്ല. യന്ത്രങ്ങൾ യഥാസമയം എത്തിച്ചില്ലെങ്കിൽ വേനൽ മഴ വീഴുകയും കൃഷി നശിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കളക്ടറും കൃഷി വകുപ്പും അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെട്ട് മുന്നൊരുക്ക യോഗങ്ങൾ ചേർന്നാലും നിർദ്ദേശങ്ങൾ നൽകിയാലും മേഖലയിൽ നിരവധി പ്രശ്നങ്ങളാണ് ഉടലെടുക്കുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ യോഗം പോലും ചേരാതിരുന്നാൽ സ്ഥിതിഗതികൾ കൂടുതൽ പ്രശ്നത്തിലാകും എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നെല്ല് സംഭരിച്ചതിന് ശേഷം PRS വഴിയാണ് ഇപ്പോൾ ലോൺ അനുവദിക്കുക. അത് നിർത്തലാക്കിക്കൊണ്ട് നെല്ല് സംഭരിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ കർഷകരുടെ അക്കൗണ്ടിൽ പണം എത്തിക്കുന്നതിന്
സർക്കാർ ആവശ്യമായ നടപടി സ്വീകരിക്കണം. നെല്ല് സംഭരണ വില PRS വായ്പയായി നൽകാതെ കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തിക്കാനുള്ള നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്നും സിബി മൂലംകുന്നം ആവശ്യപ്പെട്ടു. രാമങ്കരിയിൽ KCB ന്യൂസ് പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെളിയനാട് ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ്. മുന്നണികളും സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷയിൽ. വോട്ടെണ്ണൽ വെള്ളിയാഴ്ച. വ്യാഴാഴ്ച വെളിയനാട് ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 80% പോളിംഗ് നടന്നതായാണ് റിപ്പോർട്ടുകൾ. കിടങ്ങറ NSS ഹാളിലായിരുന്നു തെരഞ്ഞെടുപ്പ്. LDF, UDF, NDA മുന്നണികളുടെ സ്ഥാനാർത്ഥികളും ആം ആദ്മി പാർട്ടിയും ഒരു സ്വതന്ത്രനും മത്സരരംഗത്തുണ്ടായിരുന്നു. ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്ന് LDF സ്ഥാനാർത്ഥി ഗീതമ്മ സുനിൽ KCB ന്യൂസിനോട് പറഞ്ഞു. നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം 8ാം വാർഡ് LDF തന്നെയാണ് ഇതുവരെ നിലനിർത്തിയിരിക്കുന്നത്. നല്ല നല്ല വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇനി അത് പൂർത്തീകരിക്കാൻ LDF തന്നെ വരും. ഞങ്ങൾക്ക് പൂർണ്ണ വിജയം ഉറപ്പാക്കിയിരിക്കുകയാണ്. അതേസമയം LDFന്റെ വോട്ടുകൾ വിഭജിക്കപ്പെട്ടു പോകുമെന്നും അത് തങ്ങൾക്ക് ഗുണമാകുമെന്നുമാണ് UDF കരുതുന്നത്. KP സുരേഷാണ് UDFന്റെ സ്ഥാനാർത്ഥി. 100% വിജയപ്രതീക്ഷയുണ്ട്. കാരണം LDFനാണെങ്കിൽ 2 സ്ഥാനാർത്ഥികളാണ്, ഔദ്യോഗികമായിട്ട് 2 സ്ഥാനാർത്ഥികളുണ്ട്. ഒരാൾ ചിഹ്നത്തിലും ഒരാൾ വേറെ ചിഹ്നത്തിലും. അതുകൊണ്ട് ആ വോട്ട് സ്പ്ലിറ്റാകുമെന്നും ഞങ്ങൾക്ക് എന്ത് കാരണവശാലും ഇത് ഞങ്ങൾ പിടിച്ചെടുക്കും 100% ഉറപ്പുണ്ട്. ഇരുമുന്നണികളോടുമുള്ള ജനങ്ങളുടെ പ്രതിഷേധം തനിക്കുള്ള വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് NDA സ്ഥാനാർത്ഥി സുഭാഷ് പറമ്പിശ്ശേരി. നരേന്ദ്രമോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചാണ് വോട്ട് തേടിയതെന്നും വിജയം സുനിശ്ചിതമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികൾ ഞങ്ങൾ ജനമധ്യത്തിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം വോട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിലാണ് എനിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. പ്രദേശത്തെ ശുദ്ധജലം കിട്ടാത്ത പ്രദേശങ്ങൾ, മൂലക്കട പോലെയുള്ള പ്രദേശങ്ങളിൽ യാത്രാ സൗകര്യമില്ലാത്ത പ്രദേശങ്ങൾ, ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ, അങ്ങനെയുള്ള പ്രദേശങ്ങൾക്ക് പരിഗണന നൽകി അവിടെ വികസനം എത്തിക്കാൻ വേണ്ടി ജനങ്ങൾ 18 മാസമേ എനിക്ക് അതിന് അനുമതി തരുമെന്നുള്ളൊരു വിശ്വാസമാണ്. ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി PT സോണിച്ചനും സ്വതന്ത്രനായി മത്സരിക്കുന്ന MR രഞ്ജിത്തും വിജയപ്രതീക്ഷയിലാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതിമത ഭേദമന്യേ മുഴുവൻ ജനങ്ങളും മത്സരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മത്സരിക്കുന്നത് തന്നെ. അപ്പോൾ മുഴുവൻ ആളുകളുടെ വോട്ട് എന്നിലേക്ക് എത്തും. എനിക്ക് ശുഭപ്രതീക്ഷയുണ്ട്. വെളിയനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും CPIM പ്രതിനിധിയുമായിരുന്ന MP സജീവിനെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കിയതിനെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ. പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ അഭിലാഷ് രാജിവെച്ചു. 1 വർഷം പൂർത്തിയാക്കിയതിനെ തുടർന്ന് UDF ധാരണ പ്രകാരമായിരുന്നു രാജി. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ പഞ്ചായത്ത് സെക്രട്ടറി ആഷ്ലി നായർക്കാണ് രാജിക്കത്ത് കൈമാറിയത്. പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ അമ്പിളി T. ജോസ് രാജിവെച്ച ശേഷം പ്രസിഡന്റായി സ്ഥാനമേറ്റ പത്മജ അഭിലാഷ് ധാരണപ്രകാരമുള്ള കാലാവധി പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് രാജി സമർപ്പിച്ചത്. 16ാം വാർഡ് മെമ്പറാണ്. കഴിഞ്ഞ 1 വർഷക്കാലം പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ തന്നോടൊത്തു പ്രവർത്തിച്ച ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും പത്മജ അഭിലാഷ് നന്ദി അറിയിച്ചു. കഴിഞ്ഞ 1 വർഷക്കാലം എൻ്റെ കടമയെല്ലാം പൂർത്തിയാക്കാൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. പുളിങ്കുന്ന് പഞ്ചായത്തിലെ 16 വാർഡിലെ മെമ്പർമാരെ കൂട്ടായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചുവെന്നാണ്. അതുപോലെ പുളിങ്കുന്ന് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം ഈ 2023-24 വർഷത്തിൽ പൂർണ്ണമായും എല്ലാം പൂർത്തീകരിക്കാൻ സാധിച്ചു ഉള്ളതാണ് അറിയിക്കാനുള്ളത്. അതുപോലെ എൻ്റെ കൂടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ച എൻ്റെ സഹമെമ്പർമാരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് മനോജ് കുമാർ രാമമന്ദിരം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നീനു ജോസഫ് മാമ്പൂത്ര, തങ്കച്ചൻ വാഴച്ചിറ, ജോഷി കൊല്ലാറ, രജനി ഉത്തമൻ, സെക്രട്ടറി ആഷ്ലി നായർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്തിൽ 25 ലക്ഷം രൂപ ചെലവഴിച്ച് സ്ട്രീറ്റ് മെയിൻ വലിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷമാണ് പത്മജ അഭിലാഷ് പ്രസിഡന്റ് പദം ഒഴിഞ്ഞത്. കണ്ണാടി പടിഞ്ഞാറേമ്പടം ക്ഷേത്രത്തിന് സമീപത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, സ്ഥിരം സമിതി അധ്യക്ഷർ, മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. രാമങ്കരി വേഴപ്പറ കുഴിക്കാല കോളനിയിലെ റോഡ് വികസനം യാഥാർത്ഥ്യമാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രസിഡന്റ് R. രാജേന്ദ്രകുമാർ. റോഡ് വികസനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രമോദ് ചന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയ സമര പരിപാടിയോട് പ്രതികരിച്ച് സംസാരിക്കുകയായിരുന്നു രാജേന്ദ്രകുമാർ.
ചീഫ് മിനിസ്റ്റർ ലോക്കൽ റോഡ് റീബിൽഡ് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി 3 വർഷം മുമ്പ് 30 ലക്ഷം രൂപ അനുവദിച്ച റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രമോദ് ചന്ദ്രന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന്റെ കവാടത്തിൽ സമരം നടത്തുകയും നിവേദനം സമർപ്പിക്കുകയും ചെയ്തത്. അതേസമയം റോഡ് നിർമ്മാണം വൈകുന്നതിന്റെ കാരണങ്ങളെക്കുറിച്ച് KCV ന്യൂസ് പ്രതിനിധി പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രകുമാറിന്റെ പ്രതികരണം തേടുകയുണ്ടായി. റോഡ് കൊണ്ടുവരുവാൻ പഞ്ചായത്തിന് കഴിഞ്ഞ സ്ഥിതിക്ക് അത് പൂർത്തീകരിക്കുവാനും പഞ്ചായത്ത് മുൻകൈ എടുക്കുമെന്ന് രാജേന്ദ്രകുമാർ മറുപടി പറഞ്ഞു. ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന് 3 മാസമായപ്പോൾ സ്പെഷ്യലായി നമ്മൾ അന്നത്തെ മന്ത്രി മൊയ്തീൻ മിനിസ്റ്ററെ കണ്ട് 30 ലക്ഷത്തിന്റെ കുഴിക്കാലയിലും 10 ലക്ഷം രാമഗിരി 3-ാം വാർഡിലും അങ്ങനെ 2 വർക്ക് നമ്മൾ അനുവദിപ്പിച്ച് കൊണ്ടുവന്നതാണ്. അന്ന് മുതൽ നമ്മളിതിൻ്റെ പുറകിലാണ്. ടെൻഡറാകാനും മറ്റും കുറച്ചധികം താമസം. ടെൻഡറായി അത് പിടിച്ചു. അപ്പോൾ റോഡ് ഉയർത്തുക എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വർക്ക് നമ്മൾ കൊണ്ടുവന്നത്. വർക്ക് കോൺട്രാക്ടർമാരുടെ നിരന്തര സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനം 1.5 വർഷം കഴിഞ്ഞപ്പോൾ അവർ ഗ്രാവൽ അടിച്ച് റെഡിയാക്കി. ഇനി അതിൻ്റെ പുറത്ത് നമുക്ക് ഇറക്കി ടാറിങ്ങാണ് ഈ വർക്കിൻ്റെ അവസാനത്തിൽ. പിന്നെ പിടിക്കുന്ന കോൺട്രാക്ടർമാർ ഇപ്പോൾ കോൺട്രാക്ടറോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒത്തിരി വർക്കിൻ്റെ ബില്ല് പെൻഡിങ് നിൽക്കുകയാണ്, പൈസ സത്യത്തിലില്ല, അതുകൊണ്ടാണ് ഇപ്പം പെൻഡിങ് നിൽക്കുന്നതെന്നാണ് അവസാനമായിട്ട് അയാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഏതായാലും വർക്ക് കൊണ്ടുവന്ന സ്ഥിതിക്ക് അത് പൂർത്തീകരിക്കണമെന്നുള്ളൊരു ആഗ്രഹം പഞ്ചായത്തിനുണ്ടാകുമല്ലോ സ്വാഭാവികമായി. അത് ഉറപ്പായിട്ടും നമ്മൾ ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രമോദ് ചന്ദ്രൻ സമരം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ലെന്നും എന്നാൽ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നും രാജേന്ദ്രകുമാർ പറഞ്ഞു. വർക്ക് ഏറ്റെടുത്ത കോൺട്രാക്ടർക്ക് പല വർക്കുകളുടെയും ബില്ല് മാറിക്കിട്ടാനുണ്ടെന്നും അതുകൊണ്ടാണ് വർക്കുകൾ പെൻഡിംഗ് ആകുന്നതെന്ന് അറിയിച്ചതായും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. യാഥാർത്ഥ്യ ബോധമാണ്. ഇപ്പൊ അവിടെ മറ്റൊരു അംബേദ്കർ കോളനി എന്നുള്ള നിലയിൽ 1 കോടി രൂപയുടെ വികസനം കുഴിക്കാല കോളനിയിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി വികസന വകുപ്പും ചേർന്നുകൊണ്ട് നിർമ്മിതി കേന്ദ്രമാണ് നടപ്പിലാക്കുന്നത്. ആ വികസനം വരുന്നതോടുകൂടി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഭൂമിയെല്ലാം ഉയർന്നു കിട്ടാനും വെള്ളപ്പൊക്കത്തിൽ നിന്ന് അവർക്ക് രക്ഷ നേടാനും കഴിയും. പക്ഷേ ഒരു എതിർഗുണം അവിടെ ഉണ്ടാവും. പട്ടികജാതി വിഭാഗക്കാരല്ലാത്ത ആളുകളുടെ ഭൂമി ഉയർത്താൻ മാർഗമില്ല. ഈ വർക്കിനകത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുമ്പോൾ അവർ വെള്ളത്തിൽ കിടക്കുന്ന സ്ഥിതി ഉണ്ടാവും. അംബേദ്കർ കോളനി എന്ന നിലയിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി വികസന വകുപ്പുമായി ചേർന്ന് കുഴിക്കാല കോളനിയിൽ 1 കോടി രൂപയുടെ വികസനം നടക്കുന്നുണ്ടെന്നും ഇത് പൂർത്തിയാകുമ്പോൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ പുരയിടങ്ങൾ ഉയരുമെങ്കിലും മറ്റു വിഭാഗക്കാരുടെ വീടുകൾ താഴ്ന്നു തന്നെ ഇരിക്കും. ഇത് ഒഴിവാക്കാനുള്ള നടപടികളും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് R. രാജേന്ദ്രകുമാർ ആവശ്യപ്പെട്ടു. മാന്നാറിലെ പമ്പ ഇറിഗേഷൻ പ്രൊജക്ട് കനാലിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു കിടക്കുന്നത് പരിസരവാസികളെ ഭീതിയിലാക്കുന്നു. യഥാസമയം ശുചീകരണവും അറ്റകുറ്റപ്പണികളും നടത്താതെ വന്നതാണ് കനാലിന്റെ തകർച്ചയ്ക്ക് കാരണമായതെന്ന് നാട്ടുകാർ. PIP കനാലിന്റെ മാന്നാർ കുരട്ടിശ്ശേരി പാടശേഖരങ്ങളിലേക്ക് ജലമൊഴുകിയെത്തുന്ന വിഷവർശ്ശേരിക്കര ഭാഗത്തെ സംരക്ഷണ ഭിത്തികളാണ് തകർന്നു കിടക്കുന്നത്. നിരവധി കുടുംബങ്ങൾ ഇതിന്റെ പരിസരത്തായി താമസിക്കുന്നുണ്ട്. പാവുക്കര മൂർത്തിട്ട ജംഗ്ഷന് പടിഞ്ഞാറുള്ള പാടശേഖരത്തിലാണ് കനാൽ അവസാനിക്കുന്നത്. ഈ അവസ്ഥയിൽ കനാലിലൂടെ വെള്ളം തുറന്നുവിട്ടാൽ കനത്ത രീതിയിൽ മണ്ണൊലിച്ചുപോയി വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടാകുമെന്ന ഭീതിയിലാണ് സമീപവാസികൾ. മാന്നാറിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ നെൽകർഷകർക്ക് വെള്ളം ആവശ്യമായതിനാൽ ഏതു സമയവും കനാൽ തുറന്നുവിടുമെന്നതിനാൽ നേരാമണ്ണം ഉറങ്ങുവാൻ പോലും പ്രദേശവാസികൾക്ക് കഴിയുന്നില്ല. യഥാസമയം ശുചീകരണവും അറ്റകുറ്റപ്പണികളും നടത്താതെ വന്നതാണ് കനാലിന്റെ തകർച്ചയ്ക്ക് കാരണമായത്. സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സമീപവാസികൾ പമ്പ ഇറിഗേഷൻ പ്രൊജക്ടിന്റെ ചെങ്ങന്നൂർ ഓഫീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധിച്ച് മടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് സമീപവാസികൾ പറയുന്നു. ഈ വെള്ളം വരുന്നത് കാരണം ഞങ്ങളുടെ ഈ വസ്തു ഇടിഞ്ഞുകൊണ്ട് പോയിരിക്കുക. ഇനിയിപ്പോൾ ഞങ്ങളുടെ റാങ്ക് ഉൾപ്പെടെ ഈ തെങ്ങ് ഉൾപ്പെടെ എല്ലാം നഷ്ടം വരാനുള്ള സാധ്യത. ഈ മണ്ണ് മൊത്തം ഇടിഞ്ഞു പോയിരിക്കുക. ഇനി കുറച്ചുകൂടെ ശക്തിയായിട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അവസ്ഥ വേറെ ആയിപ്പോകും. ഒരു നല്ല ശക്തിയിൽ ഇച്ചിരി വെള്ളം വന്നാൽ മതി, ഇതിപ്പോൾ തന്നെ പോരും. അവർ വന്ന് കണ്ടിട്ട് പോയത് വെള്ളം, പക്ഷേ പിന്നെ അതിനെപ്പറ്റി ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കനാലിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ഫണ്ടില്ലെന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്നത്. കൃഷിയുടെ ആവശ്യത്തിനായി കനാലിൽ കഴിഞ്ഞ ദിവസം വെള്ളം തുറന്നുവിട്ടിരുന്നു. കുറ്റിയിൽ ഭാഗത്ത് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി വെള്ളം ഒഴുകിപ്പോകാതെ വന്നതിനാലാണ് കനാൽ തകർന്നു കിടക്കുന്ന സ്ഥലത്ത് വെള്ളം എത്താതിരുന്നത്.
തടസ്സമില്ലാതെ വെള്ളമൊഴുകിയെത്തുകയോ ശക്തിയായി ഒരു മഴ പെയ്യുകയോ ചെയ്താൽ തകർന്നു കിടക്കുന്ന ഭാഗത്തെ വസ്തു ഇടിഞ്ഞ് കനാലിലേക്ക് പതിക്കും. ഇനിയെങ്കിലും എത്രയും വേഗം കനാലിന്റെ തകർച്ച പരിഹരിക്കാൻ അധികാരികൾ ഇടപെടുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. AC റോഡ് പുനരുദ്ധാരണ പ്രവൃത്തിയുടെ ഭാഗമായി കളർകോട് മുതൽ പക്കി പാലം വരെയുള്ള ഭാഗത്ത് അവസാനഘട്ട ടാറിംഗ് ജോലി ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും. ഇക്കാരണത്താൽ ഈ ദിവസങ്ങളിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 7 വരെ AC റോഡിൽ കളർകോട് ജംഗ്ഷൻ മുതൽ പൂപ്പള്ളി ജംഗ്ഷൻ വരെ ഗതാഗതം തടസ്സപ്പെടുമെന്ന് പ്രൊജക്ട് ടീം അറിയിച്ചു. ഈ ഭാഗത്തുകൂടി കടന്നുപോകേണ്ട KSRTC ബസ്സുകളും സ്കൂൾ വാഹനങ്ങളും ഒഴികെയുള്ള മറ്റെല്ലാ ദീർഘദൂര വലിയ വാഹനങ്ങളും SN കവല പൂപ്പള്ളി വഴി പോകേണ്ടതാണെന്നും അറിയിപ്പിൽ പറയുന്നു. ചങ്ങനാശ്ശേരി നഗരസഭാ പരിധിയിലുള്ള കർഷകർക്ക് നീറ്റുകക്കയും മഗ്നീഷ്യം സൾഫേറ്റും വിതരണം ചെയ്തു. കേരഗ്രാമം പദ്ധതി പ്രകാരമായിരുന്നു വിതരണം. കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ ബീന ജോബി വിതരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏകദേശം 2-3 ആഴ്ച മുന്നായിട്ട് നമ്മൾ കേരഗ്രാമം പദ്ധതിയുടെ ഭാഗമായിട്ട് തെങ്ങുകളുടെ മണ്ട തെളിക്കൽ എല്ലാം നമ്മുടെ കൃഷി ഓഫീസർ വളരെ ആത്മാർത്ഥമായിട്ട് മുന്നിൽ നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തി വരുന്നു. ഇപ്പം വീണ്ടും ഇത് പക്കയും നിർമ്മിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അതായത് വിഷരഹിത പച്ചക്കറി ഉത്പാദിപ്പിക്കുക, അതോടൊപ്പം തന്നെ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ കൃഷി ഓഫീസർ കൃഷിഭവനിൽ വളരെ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നു. യോഗത്തിൽ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് അധ്യക്ഷനായിരുന്നു. കൃഷി ഓഫീസർ P. ബിജു പദ്ധതി വിശദീകരണം നടത്തി. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ BK ശരത്ചന്ദ്രൻ, കൃഷി അസിസ്റ്റന്റ് കവിത തുടങ്ങിയവർ പങ്കെടുത്തു. ലോക മാതൃഭാഷാ ദിനാചരണത്തോടനുബന്ധിച്ച് 1-2 ക്ലാസ്സുകളിലെ കുട്ടികളുടെ രചനാ മികവുകൾ പൊതുസമൂഹവുമായി പങ്കുവച്ച് എടത്വ സെന്റ് മേരീസ് LP സ്കൂളിലെ കുരുന്നുകൾ. കുട്ടികൾ ദൈനംദിന കാര്യങ്ങൾ എഴുതുന്ന സംയുക്ത ഡയറിയാണ് ഓർമ്മച്ചെപ്പുകൾ എന്ന പേരിൽ എടത്വ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വായനശാലകൾക്ക് കൈമാറിയത്. വിദ്യാവിനോദിനി വായനശാല പാണ്ടങ്കരി, ദേശാഭിവർദ്ധിനി കോയിൽമുക്ക്, എടത്വ ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി എന്നിവയ്ക്കാണ് ഡയറി കൈമാറിയത്. വിദ്യാലയത്തിൽ നടക്കുന്നതും കുട്ടികളുടെ വ്യക്തിജീവിതത്തിൻ്റെ അനുഭവങ്ങളുമാണ് കുമാരി വൈഗ ബിനു, കുമാരി ഉത്തര, മാസ്റ്റർ ആരവ് എന്നീ കുട്ടികൾ തങ്ങളുടെ രചനകളിലൂടെ പ്രദേശത്തെ വായനശാലയ്ക്ക് കൈമാറിയത്. ഹെഡ്മിസ്ട്രസ് ജെസി P. ജോൺ, അധ്യാപകരായ ജീസ് റോസ്, അനിലോ തോമസ്, ജിസ്മോൾ ജോസഫ്, രക്ഷാകർതൃ സമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കുട്ടമംഗലം ഗവൺമെന്റ് LP സ്കൂളിൽ വർണ്ണക്കൂടാരമൊരുങ്ങുന്നു. നിർമ്മാണ ഉദ്ഘാടനം കൈനഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ് നിർവഹിച്ചു. നിങ്ങൾ പുസ്തകം എടുക്കാറുണ്ടോ? ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുക്കാറുണ്ടോ? വായിക്കാറുണ്ടോ? ആണോ? 2 കഴിഞ്ഞ 6 പുസ്തകം 6 നോവല ആയില്ല 4 പുസ്തകം വായിക്കാൻ ആയില്ല 6 അതുപോലെ പുസ്തകം 6 നോവലൊന്നും വായിക്കണ്ട. അത് കേട്ടിട്ടുണ്ടോ? കണ്ടങ്ങനെ എന്ന് പറഞ്ഞ നോവലിനെ കുറിച്ച് പുസ്തകത്തിനൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണല്ലോ. കേരള സംസ്ഥാനത്ത് തന്നെ ആദ്യമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കുട്ടികളെ സംഗീതം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതീക്ഷയിലേക്ക് നമ്മൾ പോവുകയാണ്. ഭാവി അവർ വാദ്യോപകരണങ്ങൾ പഠിപ്പിക്കുകയാണ്. കീബോർഡ്, വയലിൻ, ഇത് 3 ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതായിരിക്കണം വിദ്യാഭ്യാസം. 2023-24 SSK സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂളിൽ വർണ്ണക്കൂടാരം നിർമ്മിക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നോബിൻ P. ജോൺ അധ്യക്ഷനായിരുന്നു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് രാജി G. കമ്മത്ത്, CRC കോർഡിനേറ്റർ റോബിൻ കുര്യൻ, സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് KS നുഷ തുടങ്ങിയവർ സംസാരിച്ചു. റാവുത്തർ ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം ശനിയാഴ്ച നടക്കും. ഗ്രാൻഡ് ലജനത്ത് ഹാളിൽ നടക്കുന്ന സമ്മേളനം കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുസ്ലിം സമുദായത്തിന് നൽകിയ സേവനങ്ങൾ മുൻനിർത്തി പത്മഭൂഷൺ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെയും റാവുത്തർ രാജനെയും ചടങ്ങിൽ ആദരിക്കും. ആലപ്പുഴ MP AM ആരിഫ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പ്രതിനിധി സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു. റാവുത്തർ ഫെഡറേഷൻ എന്നത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ പ്രബുല വിഭാഗമായ റാവുത്തർ സമൂഹത്തിന്റെ കുടുംബ കൂട്ടായ്മയാണ്. 1914 2014 സംഘടന ആദ്യമായി ഒരു സമ്മേളനം നടത്തിയത്. കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ കൂടിയ ആ മഹാസമ്മേളനം അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം സംഘടന
10 വർഷം പിന്നിടുന്നു. 2024 ഫെബ്രുവരി 24 ആലപ്പുഴ ലജനത്ത് ഗ്രാൻഡ് ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. 2 സെഷനായിട്ടാണ് സമ്മേളനം നടക്കുന്നത്. പൊതുസമ്മേളനം ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദും അതുപോലെ തന്നെ പ്രതിനിധി സമ്മേളനം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനുമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ പ്രബല വിഭാഗമായ റാവുത്തർ കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ് റാവുത്തർ ഫെഡറേഷൻ. 30 ലക്ഷത്തോളം വരുന്ന റാവുത്തർ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണിത്. തമിഴ് പൈതൃകമുള്ള റാവുത്തർ സമൂഹത്തിന് ഭാഷാ ന്യൂനപക്ഷ പദവി അനുവദിക്കുക, മുസ്ലിം റിസർവേഷനിലെ അപാകതകൾ പരിഹരിക്കുക എന്നിവയാണ് സംഘടന മുന്നോട്ട് വയ്ക്കുന്ന ന്യായമായ ആവശ്യങ്ങളെന്നും ഭാരവാഹികൾ പറഞ്ഞു. KP മുഹമ്മദ് ഷരീഫ്, TA മുഹമ്മദ് അലി റാവുത്തർ, MA മജീദ്, നൂറുദ്ദീൻ കുന്നുംപുറം, ബാബു ബഷീർ, റഫീഖ് ഇബ്രാഹിം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് സ്കൂളിന്റെ 130ാം വാർഷിക ആഘോഷങ്ങൾ വർണ്ണാഭം. ആഘോഷങ്ങളുടെ ഭാഗമായി തലമുറകളുടെ സംഗമം കഴിഞ്ഞ ദിവസം കിടങ്ങറയിൽ നടത്തി. നാടിൻ്റെ സാംസ്കാരിക വേദിയിൽ സെന്റ് ജോസഫ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും പുതിയ തലമുറയിലെ കുട്ടികളും തങ്ങളുടെ മാതൃവിദ്യാലയത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളും പങ്കുവയ്ക്കുന്ന മനോഹരമായ സമ്മേളനമാണ് തലമുറകളുടെ സംഗമം സ്പന്ദനം 2024. സ്കൂളിൻ്റെ 130ാം വാർഷികത്തോടനുബന്ധിച്ച് ഇത്തരത്തിൽ 5 മേഖലാ സമ്മേളനങ്ങളാണ് നടത്തുന്നത്. 3ാം സംഗമം ആയിരുന്നു കഴിഞ്ഞ ദിവസം കിടങ്ങറയിൽ ശ്രീനാരായണ ഓഡിറ്റോറിയത്തിൽ ചേർന്നത്. ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. കിടങ്ങറ ബസാർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര SNDP ശാഖാ പ്രസിഡന്റ് G സുനിലാൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സർക്കിൾ ഇൻസ്പെക്ടർ J പ്രദീപ് നിർവഹിച്ചു. കുട്ടനാട് മേഖലയിൽ ആദ്യമായിട്ടാണ് ജോലി ചെയ്യുന്നത്. പൂന്തുറ സ്റ്റേഷനിലാണ് ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നത്. ഞാൻ വന്നതിന് ശേഷം ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരു പബ്ലിക് ഫംഗ്ഷനാണ് നമ്മുടെ സ്പന്ദനം 2024. വിശദാംശങ്ങൾ അധികം അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോഴും ഞാൻ നമ്മുടെ നാളെ തന്നെ പോകുന്ന ബൈ-ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ പോസ്റ്ററുകൾ തമ്മിലുള്ള ഡിപ്ലേസ്മെൻറ്റിൻ്റെ വർക്കിൽ നിൽക്കുമ്പോഴാണ് സമയമായി എന്നാൽ ഇന്ന് പെട്ടെന്ന് ഓടിയെത്തിയത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദാംശങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് കിടങ്ങറ മേഖലാ സംഘവുമായിട്ട് സംഘടിപ്പിക്കുന്ന ഈ സ്പന്ദനം 2024 എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. കൊച്ചുകുട്ടികൾ പ്രസംഗങ്ങളൊന്നും വളരെ ദീർഘമായി പോകാൻ ആഗ്രഹിക്കാത്തതും അനുഗ്രഹമായി കണ്ട് കുട്ടികൾക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനാ മക്കളും നേർന്നുകൊണ്ട് ഈ സ്പന്ദനം 2024 ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. സംഗമത്തിൽ വിദ്യാഭ്യാസ കൗൺസിലർ സിസ്റ്റർ ലിസ കുര്യൻ CMC അധ്യക്ഷയായിരുന്നു. മുട്ടാർ സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ജോസഫ് കട്ടപ്പുറം, സിസ്റ്റർ ധന്യ തെരേസ CMC, സിസ്റ്റർ ജ്യോതി CMC, വാർഡ് മെമ്പർ സിന്ധു സൂരജ്, സിനിമാ താരം സാബു നേഷൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സ്കൂളിലെ ആദ്യകാല വിദ്യാർത്ഥി തെർസിയാമ ജോസഫിനെ പൊന്നാട അണിയിച്ചും മൊമെന്റോ നൽകിയും ആദരിച്ചു. 4ാമത്തെ മേഖലാ സമ്മേളനം കുരിശുംമൂട് ജിമ്മി പടനിലം സെന്ററിലും 5ാമത്തെ സമ്മേളനം തൃക്കുടുത്താനം സെന്റ് സേവിയേഴ്സ് ഫൊറോന പള്ളി അങ്കണത്തിലും നടക്കും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5725 രൂപ, പവന് 45,800 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.